ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ നാട്ടിൽ വന്നായിരുന്നു. ഇനിയിപ്പം ഒരു ദിവസത്തെ വീഡിയോ ഉള്ളൂ ഇതിൽ, കാരണം നാളെ ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും. എനിക്ക് നാട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ ഒരു മൂഡൊന്നും മൈൻഡ് സെറ്റേ റെഡി ആയിരുന്നില്ല. അപ്പോൾ ഇപ്പം 10 മണിയായ സമയം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തും വീഡിയോ എടുക്കുക എന്നുള്ളത്. രാവിലെ ഒന്നും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന്. ഇപ്പോൾ സഡനായിട്ട് എൻ്റെ മനസ്സിലിപ്പോൾ തോന്നിയതാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുത്താൽ. ഇന്നൊരു വെൻസ്ഡേ ആണ്. ഇന്ന് അപ്പുറത്ത് ഡാഡിയുടെ ചേട്ടൻ്റെ വീടാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത്. അപ്പോൾ അവിടുത്തെ പപ്പേൻ്റെ ഓർമ്മ പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോവും. അവിടെ പള്ളിയിലച്ഛനും കുറേ ആൾക്കാരൊക്കെ വരും. നമ്മൾ അവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാളെ പോകുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി, അച്ചാർ, അങ്ങനത്തുള്ള സാധനങ്ങൾ മേടിക്കാൻ ഇൻ ദ സെൻസ് നമുക്ക് ഒരു മില്ലുണ്ട്. മില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അതാണ്. ഞാൻ എപ്പോഴും അവിടെ നിന്ന് പോയിട്ടാണ് മേടിക്കൽ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് സാധനം മേടിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് അമ്മയുടെ വീട്ടിൽ പോകാനുണ്ട്. ഇന്ന് അവിടെ നിന്നിട്ട് നാളെ ഞാൻ കൊല്ലത്തു നിന്നാണ് ബാംഗ്ലൂർക്ക് തിരിച്ച് പോകുന്നത് ബസ്സിന്. അപ്പോൾ ഞാൻ ഓട്ടോയിലാണ് പോകുന്നത്. നമ്മൾ കാറൊന്നും എടുക്കുന്നില്ല, കാരണം ഞാനല്ലേ ഡ്രൈവ് ചെയ്യുന്ന സാധാരണ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കാറ് കൊണ്ടിട്ടാലും തിരിച്ചെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ആരുമില്ല. അപ്പം മമ്മി പറഞ്ഞു നമുക്ക് ഓട്ടോയിൽ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം മമ്മിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. മമ്മി പണ്ട് വണ്ടി ഓടിക്കുമായിരുന്നു, എന്തോ കുഴപ്പം കാണിച്ച് ഇപ്പം വണ്ടി എടുക്കാറില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ മുടി പെർമനൻ്റ് ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്തു കേട്ടോ. അതായത് നമ്മുടെ സ്മൂത്തനിങ് ക്രീം ഉണ്ടല്ലോ, സ്മൂത്തനിങ് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ. നമ്മുടെ തുമ്പിൽ മാത്രം അവരൊന്നും ചെയ്യില്ല, അത് അങ്ങനെ അങ്ങ് വിട്ടേക്കും. നമ്മുടെ നാച്ചുറൽ ഹെയർ ആയിട്ട് തന്നെ വിട്ടേക്കും. അതാവുമ്പം ഫുള്ളിനെ വാലക്കിനെ പോലെ കിടക്കാണ്ട്, ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാണ്ട്, അടി കേളായിട്ട് നമ്മുടെ നാച്ചുറൽ ഹെയർ ആയിട്ട് കിടക്കും. ഇത് ഇങ്ങനെ കിടക്കുന്നത് വെച്ചാൽ അവർ കഴിഞ്ഞ ദിവസം ഒന്ന് സെറ്റ് ചെയ്തിട്ടപ്പോൾ ആയത്. ഇനിയിപ്പോൾ ഒരു 2 ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ പകുതി സ്ട്രെയിറ്റും ബാക്കി കേളി ആയിട്ട് കിടക്കും. അപ്പോൾ ഞാനിനി താഴെ പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യട്ടെ. ബന്ധക്കാരും അയൽവാസികളും ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പ്രാർത്ഥനയ്ക്കായിട്ട് കുറേ ആൾക്കാർ വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും കയറും. അപ്പോൾ ഞാനും മേളത്തെ റൂമിൽ എനിക്കിനി കുളിക്കണം, ഡ്രസ്സ് ഇടണം, പാക്ക് ചെയ്യാനുണ്ട്, എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ റൂമൊന്ന് ഞാൻ കിടന്ന ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. അപ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്തൊരു കഥ പറയാം. ഞാൻ ഇന്നലെ രാത്രി 2:30 ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അത് മേളത്തെ റൂമിൽ, മമ്മിയും അമ്മച്ചിയും താഴെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി 2:30 ആയപ്പോഴത്തേക്കും ഭയങ്കര എന്തോ ആരോ മേളിൽ നോക്കി എടുത്ത് ചാടുന്ന പോലത്തെ സൗണ്ട്. അപ്പം ഞാൻ ഓർത്തും പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു തവണ കള്ളം കയറിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ കള്ളനാണെങ്കിൽ കയറിയിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ അനങ്ങാതെ ഇങ്ങനെ കിടന്നു. എനിക്ക് പേടിയുണ്ട് ഉള്ളിൽ, ഇനി എണീറ്റ് കണ്ട ബോധം പോകണ്ടെന്ന് ഓർത്തിട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ സൗണ്ട് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഓർത്ത് കള്ളന്മാരാണെങ്കിൽ ഇത്ര സൗണ്ട് വെച്ചൊന്നും പോകത്തില്ലല്ലോ. പിന്നെ ഞാൻ ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ 2-3 വീട് അപ്പുറത്തായിട്ട് ഇവിടുന്ന് കാണാം നമുക്ക് ഒരു കുഞ്ഞ് വീട് ഫുൾ തീ കത്തിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ലൈനൊക്കെ ഉണ്ടല്ലോ, അപ്പം തീ കത്തുമ്പോഴത്തേക്കും അത് മേലോട്ടായിട്ട് ചിലപ്പോൾ ലൈനൊക്കെ പോയി ട്രാൻസ്ഫോമറൊക്കെ പൊട്ടി എന്തെങ്കിലുമൊക്കെ ആയി പോവുമല്ലോ. അപ്പം നമ്മൾ KCBക്കാരെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു, നമ്മളല്ല അയൽവാസികൾ. അപ്പോഴത്തേക്കും ഞാൻ പേടിച്ച് താഴോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ കിടന്നില്ല, എനിക്ക് പിന്നെ പേടിയായി. പിന്നെ ഫുള്ള് ഞങ്ങൾ അപ്പുറത്ത് വീട്ടിലെ ആൾക്കാർ, അയൽവാസികൾ, നമ്മളെല്ലാവരും കൂടെ പോയിട്ട് നോക്കിയൊക്കെ ചെയ്തു എന്താ സംഭവം എന്ന്. ഇപ്പോഴും കറക്റ്റായിട്ട് അറിയത്തില്ല എന്താ സംഭവം എന്ന്. ബട്ട് ഫുൾ അത് കത്തി തീർന്നു. അത് വീടല്ല ആക്ച്വലി, ഒരാളുടെ ഒരു അങ്കിളുണ്ട് അവിടെ താമസിക്കുന്നുണ്ട്. അങ്കിളിന് വയ്യാത്ത അങ്കിളാന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് ഇന്നലെ അവിടെ ആ അങ്കിൾ ഉണ്ടായിരുന്നില്ല. ഈ വിറകൊക്കെ വെക്കുന്ന ഒരു സ്ഥലം പോലാണ് ഇരിക്കുന്നത് ആ ഒരു കുഞ്ഞി വീടെന്ന് പറയാൻ പറ്റത്തില്ല അതിനെ. നമുക്ക് ഈ നമ്മുടെ ഈ വിറക് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന നമുക്കായിട്ടൊരു സംഭവം ഉണ്ടാവില്ല, അതുപോലെ എന്തൊരു സംഭവമാണ്.
അത് ഫുൾ കത്തി തീർന്നു. നമുക്ക് ഭയങ്കര വിഷമമായി. നമ്മുടെ പേടി അതിനകത്ത് ആ അങ്കിൾ ഉണ്ടായിരുന്നു, ഭാഗ്യത്തിന് ആ അങ്കിൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇന്നലെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഉറങ്ങിയില്ല. രാവിലെ ഒക്കെ ആയിരുന്നു ഉറങ്ങി വന്നപ്പോഴേക്കും. ഇനി ഞാൻ നിങ്ങളെ വേറൊരു സംഭവം കാണിച്ചു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണല്ലോ ഞാൻ തിരിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ അലമാരയൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുന്നു എൻ്റെ ഇത്. അപ്പം ഞാൻ ഉറപ്പിച്ച് കള്ളന്മാരാരോ കയറിയിട്ടുണ്ടെന്ന്. പക്ഷെ സാധനങ്ങളെല്ലാം കൂടെ കൂടിയിരുന്നിട്ട് തന്നെ മറിഞ്ഞ് വീണത്. ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ കുളിച്ചൊക്കെ വന്നു. ചുമ്മാ ഒരു കുർത്തിയൊക്കെ എടുത്തിട്ടു. ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സൺസ്ക്രീൻ ഇതേ നിങ്ങളെ ഓവറിന്റെ മടി കൊണ്ടുപോയി. എന്തിന്റെ വെള്ള? ഓവറല്ല, ഓവൻ. ഉറുമ്പ് കയറും. മീൻ പൊതിയ മീനൊക്കെ ഉണ്ട്. ഉറുമ്പ് കയറാതെ കൊണ്ടുപോയി നിങ്ങള്. ഓവൻ എന്ന് പറഞ്ഞേ? ഓവർ. ഓവൻ ഓവറല്ല. കഴിഞ്ഞ വരുന്നത് ഓവൻ. ഓവൻ എന്ന് പറ. ഓവൻ കേട്ടോ? ഓവൻ. ഓവൻ. ആ ഓവൻ എന്താ പറഞ്ഞേ? ഓവൻ. ആ അതന്നെ. ഹലോ. ഞാന് അപ്പുറത്തോട്ട് പോവാ. എനിക്ക് പറയാൻ മറന്നുപോയി. ഇത് വായിലൊടിച്ച്. എനിക്ക് നമുക്ക് 4 പല്ല് വരത്തില്ലേ, അത് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഒരെണ്ണം കുറച്ച് വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷമേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പകുതിക്ക് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വേദനയായിട്ട് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. കഴിഞ്ഞ തവണ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കീറി വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് പോവാതിരുന്നു. ഇപ്പം ഇന്നലെ 2 ദിവസമായിട്ട് ഒരു ചെറുതായിട്ട് നീരും ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് ഉണ്ട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര വേദന. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഡോക്ടറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകണം. ഞാൻ ഈ അപ്പുറത്തേക്ക് പോവാണ്. ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, പോയിട്ട് വന്നിട്ട് കാണാം. എത്ര നാളായി കണ്ടിട്ട്? ചിരിക്കാണോ? ചിരിച്ചു തന്നു. ഒരു ഹായ് പറഞ്ഞേ. ഒരു കള്ള, ഒരു ഹായ് പറഞ്ഞേ. കേട്ടോ, ഒരു ഹായ് പറ. ആ ഹായ്. ലൈറ്റ് ഇട്ടോ? ആ ലൈറ്റ് ഇട്ടോ? വന്നേ. ജിയാനെ ഞാനാണെങ്കിൽ 2 മണിക്കൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡെൻറ്റിസ്റ്റിൻ്റെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകാനായിട്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ പേടിയായിട്ട് ഒരു രക്ഷയില്ല. എനിക്കെൻ്റെ പല്ലിലും കണ്ണിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ. എനിക്ക് വേറെ ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. അവർ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സൂചി വെക്കുന്നതന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്താവും. എനിക്കിപ്പോഴൊന്ന് സമാധാനമായത്, പല്ല് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് വന്നു. താഴത്തെ 2 പല്ല് ഒരു 21 വയസ്സ് 20 വയസ്സ് വരെയൊക്കെ വരേണ്ടതാണ്. അപ്പോൾ എനിക്ക് 24 വയസ്സായ സ്ഥിതിക്ക് ഇനിയും അത് വരത്തില്ല എന്ന് പറഞ്ഞു. പകുതിക്ക് വെച്ച് സ്റ്റക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തുള്ള പല്ല് ചിലപ്പോൾ തട്ടിയിട്ടായിരിക്കും വേദന വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ചിങ്ങനെ കുറച്ച് അതിൻ്റെ അത് ചെത്തിക്കളഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ തട്ടത്തില്ല. ഇനിയും പക്ഷെ വേദന വരുവാണെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ വേദന വരുവാണെങ്കിൽ ആ പല്ല് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ടെൻഷൻ ടെൻഷനൊക്കെ അയ്യോ. ഇപ്പോഴൊരു സമാധാനമായത്. ഞാൻ പോയി പെട്ടി പാക്കിയിട്ട്. ഞാൻ പോകുന്നതിൽ വിഷമം ഉണ്ടോ അമ്മച്ചിക്ക്? വിഷമിക്കുന്ന മൊത്തവും വിഷമാണോ? വിഷമിക്കണ്ട. ഒന്ന് വിളിക്കാറുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ വേണ്ട വീട്ടിൽ. മോള് സന്തോഷമായിട്ട് പോയി വരണം. പിന്നെ നല്ല ഒരു ചെറുക്കനെ കണ്ടു വെക്കണം.
കല്യാണം നടത്തി എനിക്കൊന്ന് കാണണം. എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ആവട്ടെ. കൊച്ചുമോന്റെ കല്യാണം കാണണ്ടേ? അത് പിന്നെ അതെന്ത് മോടെ മുമ്പേ. അതെന്താ അങ്ങനെ? മോന്റെ പോലെ അവനാ പ്രായമായിട്ടിരിക്കുന്നത്. മോൻ കണ്ടു വെച്ചൊക്കെ കുഞ്ഞി. അതുപോലെ മോളും ഒന്ന് കണ്ടു. ശരി, നമ്മുടെ ജാതി വേണമെന്നേ. ഓക്കെ. കത്തോലിക്കലായാലും ക്രിസ്തുകാരായാലും ആരായാലും മതി. നല്ല ദൈവികമുള്ളത് വേണം. ശരി. കള്ളും കഞ്ചാവും കുറിച്ച് ഭാര്യമാരെ തല്ലുന്ന കാര്യം വേണ്ട. ഓക്കെ. എന്നാ എനിക്കൊരു ഉമ്മതാ. ചക്കരം ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഞങ്ങളിപ്പോ പൂയപ്പള്ളിയിലോട്ട് പോവാം. അവിടെ മില്ലിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വ്യൂവേഴ്സിനോട് നിന്റെ കാര്യം. ഹായ് ഗായ്സ്, അപ്പം ഞാനിപ്പം അമ്മയുടെ വീട്ടിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പം അലോണ ട്യൂഷന് പോയേക്കും. അവൾക്ക് അറിയില്ല ഞാൻ ഈ സമയത്താണ് വരുന്നത്, അല്ലെങ്കിൽ എന്നെ എന്തൊരു 100 വിളി വിളിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു സംഭവം കണ്ടു. എനിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലൊരു സംഭവം കാണിച്ചത്. ഇത് അവൾ കിടക്കുന്ന റൂമാണ്. അവളുടെ ബുക്സൊക്കെ ഭയങ്കര നീറ്റായിട്ട് വെച്ചേക്കുന്ന. ഇത് നോക്കൂ, ടൈം ടേബിളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവളുടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നല്ല രസം. അലോണേ വന്നേ. വാടി. ഭർത്താവേ വാടി. എല്ലാവരും കാണിക്കട്ടെ. എന്നെ കാട്ടി വളർന്ന് ഇവള്. ചായ കുടിച്ചോ? ഞാനിവിടെ സർപ്രൈസ് ആയിട്ട് വിളിക്കാനായിട്ട് പോന്നിരുന്ന ട്യൂഷൻ സ്ഥലത്തുനിന്ന്, പക്ഷെ അവളിങ്ങ് പോന്നു. ഞാനാണെങ്കിൽ ഇവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്യൂഷൻ സ്ഥലത്ത് പോയി ഇവിടെ വിളിച്ചിട്ട് വരാമെന്ന് ഓർത്തിരുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവൾ ഇടിച്ചു തള്ളി നേരത്തെ തന്നെ വീട്ടിലോട്ട് കയറി വന്നു. ചേച്ചി നീട്ടി വിളിച്ചോണ്ട്. എൻ്റെ ഷൂ വെളി കിടപ്പുണ്ടായിരുന്നു, അങ്ങനെ മനസ്സിലായി. അപ്പം അത് നൈസായിട്ട് ചിരിപ്പോയി. സാരല്ല കേട്ടോ. ഹായ് ഗായ്സ്, എനിക്ക് ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്കൊരു 8-8 16 പണിയാണ് കിട്ടിയത്. എൻ്റെ ഫോണാണെങ്കിൽ ഇവിടെ അമ്മയുടെ വീട്ടിൽ വന്ന റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫോണും കൊണ്ട് യൂസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ വെച്ചിട്ട് മമ്മിയോടൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഫോൺ അനങ്ങുന്നില്ല, ഡെഡായി. എന്ത് ചെയ്തിട്ടും ഫോണൊന്നും ഓണാവുന്ന ഒന്നുമില്ല. ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടൊന്നും പറ്റില്ല. ഫോണൊന്നും തീരെ അനങ്ങുന്നില്ല. എന്നിട്ട് മമ്മി എനിക്കൊരു ഓട്ടോ ഒക്കെ പിടിച്ച് നമ്മളിവിടെ അഞ്ചാലുമൂട് പോയിട്ട് കുറേ മൊബൈൽ കടയിലൊക്കെ പോയിട്ട് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഐഫോണിൻ്റെ ആയതുകൊണ്ട് ഡിസ്പ്ലേയും എല്ലാം ഇളക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ സ്റ്റോർ ഉള്ളത് ട്രിവാൻഡ്രത്തും എറണാകുളത്താണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇന്നലെ ഫുൾ ടൈം ഫോണൊന്നും ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല. അതങ്ങനെ തന്നെ വെച്ചു. എനിക്കാണെങ്കിൽ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ അതിനകത്താണ്. എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ല. ടെൻഷൻ അടിച്ചൊരു വഴിയേ. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് ചുമ്മാ ഒന്ന് ഫോണിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഓണായി. അപ്പോൾ അവർ ചാർജിലിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫോണ് എനിക്ക് തിരിച്ച് കിട്ടി. അപ്പം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇന്നലെ പിന്നെ തിരിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുക. നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കായലുണ്ട്. അപ്പം അവിടത്തേക്ക് വരെ ഒന്ന് പോവുകയാണ്. അന്ന് പോയ കായലല്ല, ഇത് വേറെ കായലാണ്. അടുത്താണെന്നാണ് പറഞ്ഞാൽ, ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ കായലിലെത്തി. ഇവിടെ നല്ല രസമുണ്ട്. ഇങ്ങനത്തുള്ള കുഞ്ഞു കുഞ്ഞു വഴികൾ നടന്നു പോകാൻ നല്ല രസമുണ്ട്. പക്ഷെ മമ്മി ഞാനും വരുന്നമ്മ. അമ്മ എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് അങ്ങ് പോകുന്നു. നല്ല വെയിലുണ്ട് ഇവിടെ. അതാ കുടയൊക്കെ പിടിച്ചേക്കുന്നത്. കൊച്ചിൻ്റെ കയ്യിലൊന്ന് പിടിച്ചോ മീ. ഇല്ല, പോവാൻ പറ്റും. കക്ക വള്ളത്തിൽ കൊണ്ടുവരുമോ? അത് ശരി.
ഞാനും മോളും കൂടെ വന്നതേ. ഇത് അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കയർ ഫാക്ടറിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെ ചേച്ചിമാർ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനെന്താവാ കയറിക്കോ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ കാണിച്ചൊക്കെ തരുമായിരുന്നു. ഇതൊക്കെ മമ്മിക്ക് അറിയാവുന്നവരാണ്. മമ്മി ചെറുപ്പം തൊട്ടേ മമ്മിയുടെ നാടാണല്ലോ ഇത്. അപ്പം മമ്മിക്ക് അറിയാവുന്നവരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇതൊക്കെ എല്ലാം ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. നോക്കി പോണേ. അഷ്ടമുടിക്കായല്ലേ, അഷ്ടമുടിക്കായലിലെ ചിന്ന കിളി ചിന്നാരക്കിളി ചൊല്ലി എന്നെ നിനക്കിഷ്ടമാണോ? എൻ്റെ അമ്മയാണത് പാടിയത്. പണ്ടത്തെ ഗായികയാണ്. പക്ഷെ അവിടെ പോയാൽ ഞാൻ ഈ കടലിൻ്റെ നടുക്ക് നമുക്ക് ഇറങ്ങിയൊരു ഫോട്ടോ എടുത്താലുമേ പിന്നെ ഇതായിട്ടിരിക്കും. നമ്മൾ കടലിൻ്റെ നടുക്കിരിക്കും. അവിടെ മണല ആഴമൊന്നുമില്ല. നടുക്കിറങ്ങിയിരിക്കും. ഹലോണേ ഇഞ്ചിക്കറിയോ വേറെ ഒക്കെ വേണ്ടോ? ഫ്ലോയിലങ്ങ് വന്നായിരുന്നു. ഇത് കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തോ കളഞ്ഞു പോയിട്ട് ഞാൻ മമ്മിയോടെ തപ്പുവാണെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വഴി കണ്ടുപിടിക്കുകയാണ് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഫുൾ വെള്ളമൊക്കെ കയറിയിട്ട് എപ്പോൾ വേണേലും നമുക്ക് താഴേക്ക് മുങ്ങിപ്പോകുന്നുള്ള രീതിയിലാണ്. അവിടെയൊക്കെ ഫുൾ ചെളിയൊക്കെ ആയിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. സോ വഴി കണ്ടുപിടിച്ചതാണല്ലോ, അത് വേറെ ഒന്നും കളഞ്ഞു പോയതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതെൻ്റെ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫ് പോലായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.